ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പുണ്യവചനത്തിലുണ്ട്. ഹബീബ് പറയാ, ബുദലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലുള്ള ബുദലാ, അവരുടെ എണ്ണം 40 റജുലാ, അവർ 40 ആളുകളാണ്. അബ്ദാലുകൾ, ഏറില്ല കുറയില്ല, എന്നും 40. ഇസ്നാനി വ ഇശ്റൂന ബിശ്ശാം, ആ 40-ൽ 22 ഷാമിലാണ്. വ 18 ബിൽ ഇറാഖ്, ബാക്കി 18 ഇറാഖിലുമാണ്. അതായത് അവരുടെ ആസ്ഥാനം ഷാമും ഇറാഖുമാണ്. ഇവിടെ പലതും നടക്കണ്ടേ. കുല്ലമാ മാത മിൻഹും വാഹിദുൻ, അവരിൽ നിന്ന് ഒരാൾ മരിച്ചു പോയാൽ അബ്ദലല്ലാഹു മക്കാനഹു ആഖറ, ആ മരിച്ചയാളെ സ്ഥാനത്തേക്ക് അള്ളാഹു മറ്റൊരാളെ കയറ്റും. മാഷാ അല്ലാഹ്, അപ്പോഴുണ്ട് മറ്റൊരാളെ കയറ്റും. അങ്ങനെ അവർ ചുരുങ്ങാതെ എന്നും 40. അങ്ങനെ ആ കാര്യം എത്തിയാൽ, വന്നാൽ, അതാ ഖിയാമത്ത് നാൾ വന്നാൽ, വരാൻ അടുക്കുമ്പോൾ ഖുബിലു, അവരൊക്കെ പിടിക്കപ്പെടും. അതുവരെ അബ്ദാലുകൾ ഇവിടെയുണ്ട്. അവർക്ക് പല തസറുഫാത്തും ഇവിടെയുണ്ട്. നമ്മൾ വിചാരിച്ച് നമ്മളാണ് ഇപ്പം ഇതൊക്കെ ശരിയാക്കുന്നത്. പല ആളുകളെയും അല്ലാഹു തആല ഖലീഫകളായി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പോലെ അള്ളേക്കലോ ഒരു ഷിർക്കിലേക്കുള്ള വഴിയോ എന്നൊന്നുമല്ല. അത് വഹാബികൾക്ക് തിരിയാത്തോണ്ടാണ്. ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ഡെഫിനിഷൻ, നിർവചനം ഇതുവരെ വഹാബികൾ തിരഞ്ഞിട്ടില്ല. അത് പഠിച്ചാൻ ശ്രമിച്ചാൽ എന്താവും, ഓലാകെ പൊട്ടി പാളീസാവും ചെയ്യും. അപ്പം പിന്നെ അങ്ങനെ ഇവിടെ ആളുകളെ മുശ്രിക്കാക്കാൻ കഴിയുന്നില്ല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്.